ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു നുറുക്ക് ഗോതമ്പ് പായസമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്ന 1/2 കിലോ നുറുക്ക് ഗോതമ്പാണ്. നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 തേങ്ങയുടെ പാലാണ്. ഇത് 1-ാം പാലാണ്. 2-ാം പാലും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 700 ഗ്രാം ശർക്കരയാണ് കേട്ടോ ഉരുക്കി എടുത്തിരിക്കുന്നത്. ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏലക്കയാണ് കേട്ടോ. ഏലക്ക ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നുറുക്ക് ഗോതമ്പ് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഒരു കുക്കറിനകത്തോട്ട് വേവിക്കാൻ ഇടുന്നുണ്ട്. ഞാനിവിടെ 700 ഗ്രാം ശർക്കരയാണ് എടുത്തതെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇതിന് മധുരം കുറവായിരുന്നു. അത് നിങ്ങളുടെ മധുരം അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ എടുത്താൽ മതി കേട്ടോ. ചില ശർക്കരയുടെ ആണോ എന്നറിയില്ല. ഞാൻ 700 ഗ്രാം എടുത്തിട്ട് മധുരം കുറവായിരുന്നു. അപ്പോൾ കുക്കറിനകത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 6 വിസിൽ അടിച്ച് കഴിയുമ്പോഴേക്കും ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഓരോ കുക്കറിനനുസരിച്ചാണ് കേട്ടോ. അതിനുശേഷം നമുക്കൊരു ചെറിയ ഉരുളി വെക്കാം. ഉരുളി വെച്ചതിന് ശേഷം അതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നെയ്യ് ആവശ്യമുള്ളവരൊഴിച്ച് കൊടുത്താൽ മതി. ഒരു സ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഉരുകി വരുമ്പോഴേക്കും നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നെയ്യൊക്കെ ഏകദേശം ഉരുകി വരുന്നുണ്ട്. അപ്പോൾ നെയ്യൊക്കെ ഏകദേശം ഉരുകി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാണ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശർക്കരപ്പാനി ഒഴിച്ച ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ശർക്കരപ്പാനിക്കകത്തോട്ട് നുറുക്ക് ഗോതമ്പ് ഒന്ന് നന്നായിട്ട് വരട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം കുറേ നേരം ഇട്ട് ഇളക്കണം കേട്ടോ. കൈക്ക് ഒക്കെ നല്ലൊരു വ്യായാമമാണ്. കൈയൊക്കെ ആവുന്നവർക്കേ പറ്റത്തുള്ളൂ. നന്നായിട്ട് ഇളക്കണം. കാര്യം അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാ ഏകദേശമൊക്കെ നന്നായിട്ട് ഇളക്കി ഒരു കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതിനകത്തോട്ട് നമുക്ക് തേങ്ങയുടെ 2-ാം പാല് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ 2-ാം പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ 2-ാം പാലൊഴിച്ച് പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ തന്നെ ഇളക്കിയെടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പോയി അത്യാവശ്യം ഞാൻ അന്നേരേ പറഞ്ഞതാണ് ഈ ചെറിയ പാത്രം എടുക്കരുതെന്ന്. ആരോട് പറഞ്ഞു? ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ അഹങ്കാരം, അപ്പോൾ ഒരു അമിത ആത്മവിശ്വാസം. അപ്പോൾ നമ്മൾ അത് മാറ്റിയിട്ട് പുതിയ ഉരുളി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി കൂടെ വലിപ്പമുള്ള ഉരുളി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ നേരത്തെ മറ്റേ ഉരുളിക്കകത്ത് വെച്ചത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ കുറച്ചുകൂടി വലിയ ഉരുളിയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് 2-ാം പാൽ ഒഴിച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കുറുക്കിയെടുക്കുക. അപ്പോൾ വേറൊരു കളറായിട്ട് വരും. നന്നായിട്ടത് തേങ്ങാപ്പാലെല്ലാം പിടിച്ച് നന്നായിട്ടൊരു കളറായിട്ട് വരും. കുറേ നേരം ഇളക്കണം കേട്ടോ. അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറേ നേരം ഇളക്കണം. അപ്പോൾ ഈ ഒരു ഇതായിട്ട് വരുമ്പോൾ നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒന്ന് കുറുകി ഇതാവുമ്പോൾ നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരുപാട് തിളപ്പിക്കരുത്. ചൂടാക്കി എടുക്കുകയേ ചെയ്യാവൂ. തിളപ്പിച്ചാൽ പിരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ 1-ാം പാൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. തീ ഏറ്റവും സിമ്മിലിട്ടാൽ മതിയേ. തീ സിമ്മിലിട്ടിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഏലക്ക നമ്മൾ ചതച്ച് വെച്ചില്ലേ, അതിട്ട് കൊടുക്കാം. അതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായി ഇളക്കിയെടുക്കാം. ഏലക്ക പൊടിയായാലും മതി. പക്ഷേ അതിനേക്കായി എനിക്ക് തോന്നുന്ന ഏലക്ക ചതച്ചിടുന്നത് നല്ലതെന്ന് അവരവരുടെ ഇഷ്ടം. ഞാനിവിടെ ഏലക്ക ചതച്ചാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നല്ല, തിളപ്പിക്കുകയേ ചെയ്യരുത്. സിമ്മിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശമൊക്കെ ഇവിടെ പായസം സെറ്റായിട്ടുണ്ട്. നമുക്കിനി വാങ്ങി വെച്ചിട്ട് നെയ്ക്കകത്തോട്ട് ഒരു പാത്രം വെച്ചിട്ട് നെയ്യ് ഒഴിച്ച് അതിനകത്തോട്ട് കാഷ്യൂനട്ടും തേങ്ങാക്കൊത്തും കിസ്മിസും കൂടി നമുക്ക് വറുത്തിടാം. അപ്പോൾ ഞാനിവിടെ 3 സ്പൂൺ നെയ്യ് ഇടുന്നുണ്ട് കേട്ടോ. ഇട്ട് അത് ഉരുകി വരുമ്പോൾ നമുക്ക് തേങ്ങാക്കൊത്ത് ആദ്യമേ ഇടണം കേട്ടോ. തേങ്ങാക്കൊത്ത് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ കാഷ്യൂനട്ടും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കാഷ്യൂനട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കിസ്മിസ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ പായസത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നടുക്കല്ലേ ഒഴിച്ചു കൊടുക്കണ്ടേ? എന്ത് പറയാനാ, ചൂട് കാരണം സൈഡിലോട്ടായി പോയിട്ടോ, ക്ഷമിക്കണേ. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അതിലാ നെയ്യും എല്ലാം അതിനകത്താണ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. എന്തായാലും പായസത്തിനകത്തോട്ട് തന്നെ അല്ലേ, പിന്നെ സൈഡിൽ ഒഴിച്ചാലെന്താ, നടുക്ക് ഒഴിച്ചാലെന്താ അല്ലേ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യാൻ മറക്കരുത്.